ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ഡിഷ് ആയിട്ടാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു മാംഗോ പച്ചടിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം നല്ല പുളിയുള്ള ഒരു പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഞാനിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വരാം. മാങ്ങ നന്നായിട്ട് അരിഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പോഴത്തെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളോടെ മാങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1/4 മുറിയുടെ പകുതി തേങ്ങ ചിരകിയത് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് ഇട്ടുകൊടുക്കാം. ഇനി ഒരു 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് വരാം. ഇപ്പോൾ ഇതാ കണ്ടോ, ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാത്ത ചെറിയ ചെറിയ തരികളോടെ ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മാംഗോ പച്ചടി റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക് എരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഐറ്റംസ് എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മാംഗോ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഈ മാംഗോയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോകാൻ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ പച്ചടി റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇത് മാങ്ങയെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും എല്ലാം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാൻ ഈ ഒരു മാംഗോ പച്ചടിയിൽ തൈര് ചേർക്കുന്നില്ല, പകരം പുളിവെള്ളമാണ് ചേർക്കുന്നത്. ഞാനിത് ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചണ്ടിയെല്ലാം കളഞ്ഞിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, കൂടി പോവരുത്. കൂടിപ്പോയാൽ നമ്മുടെ മാംഗോ പച്ചടിക്ക് ഓവർ പുളിരുചിയായി പോവും. ഞാനിവിടെ ഒരു കുഞ്ഞു ബൗളിൽ ഒരു 1/4 ഭാഗത്തോളം മാത്രമേ പുളിവെള്ളം എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ ഒരു ബൗൾ നിറച്ചും 1/4 പാൽ എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് തിളപ്പിച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് വാങ്ങി വെക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ള മാംഗോ പച്ചടി ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ തൈരൊന്നും ചേർക്കാതെ എത്ര രുചികരമായിട്ടാണ് നമ്മൾ ഈ ഒരു മാംഗോ പച്ചടി റെഡി ആക്കിയിട്ടുള്ളത്. ഈ ഒരു പച്ചടി ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ കഴിക്കണം കേട്ടോ, അപ്പോഴാണ് റിയൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇത് നിങ്ങൾക്കൊരു 1 വീക്കൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ പച്ചടി ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി മാംഗോ പച്ചടി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.